ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എടപ്പള്ളി പള്ളിയിൽ തിരുനാൾ കാണാൻ പോവുകയാണ്. അവിടെ രാത്രിയിൽ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റെഡി ആയത്, എല്ലാവരും കൂടി ഇറങ്ങിയത്. അപ്പം ഞാനും അമ്മയും നിയാബേബിയും ചേട്ടനും കൂടിയാണ് പോകുന്നത്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചേട്ടനാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. അപ്പം ഞങ്ങൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞെത്തി ഒരുവിധം 10-12 ആയപ്പോൾ ഞാൻ കാറിലെ ടൈം കണ്ടതാണ് കേട്ടോ. ആ ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി. അപ്പം നമുക്ക് അകത്ത് പാർക്ക് ചെയ്തത്, നമ്മൾ പുറത്താണ് കാറ് പാർക്ക് ചെയ്തത്. കാറ് പാർക്ക് ചെയ്തിട്ട് ചേട്ടൻ വന്നവരെ ഞങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുവാണ്. നിയാബേബിയും അമ്മൂമ്മയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറുവാണ്. സത്യം പറഞ്ഞാൽ ഈ ലൈറ്റ്സൊക്കെ കണ്ടപ്പോഴത്തേക്കും നിയാബേബിയുടെ കണ്ണ് വണ്ടടിച്ചു. അത്രയ്ക്ക് ഇഷ്ടമാണ് നിയാബേബിക്ക് ഈ ലൈറ്റ്സ്. അടുത്ത ഉത്സവമൊക്കെ നടക്കുമ്പോൾ നമ്മൾ നിയാബേബിനെയും കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ നിയാബേബി ഈ ലൈറ്റ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ പള്ളിയുടെ അകത്ത് മേളിൽ നോക്കുമ്പോൾ നമുക്കിങ്ങനെ രൂപങ്ങൾ കാണാം. അത് കണ്ടപ്പോൾ നിയാബേബിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അവൾക്ക് ഇങ്ങനെ ആദ്യമായിട്ടല്ലേ മേളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണുവാണ്. അപ്പോൾ നിയാബേബിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിയാബേബിക്ക് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകണം എന്നൊരു വാശി പിടിച്ചു. പിന്നെ നമ്മൾ ആ ലൈറ്റ്സൊക്കെ കാണിച്ചു കൊടുത്തെങ്കിലും അവൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് പിന്നെയും വാശിയായി. അതിനുശേഷം ഞങ്ങൾ അവളെ താഴെ ഇറക്കി. അതായത് നമ്മൾ നടക്കുന്ന വഴിയിൽ ഇറക്കിയപ്പോഴത്തേക്കും അവൾക്ക് ഓടി നടക്കണം. അവളെല്ലാവരുടെ അടുത്തേക്ക് ഓടുമായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രിയിൽ ഇങ്ങനെയൊക്കെ കൊച്ചിനെ കൊണ്ടുപോയപ്പോൾ സന്തോഷമായി അവൾക്ക്. അപ്പോൾ നമ്മളിങ്ങനെ അവളെ ഇറക്കി. അപ്പോൾ അവൾ താഴത്തേക്കൊക്കെ ഓടി നടക്കുകയാണ് ഗൈസ്. അപ്പോൾ അവൾക്ക് വീണ്ടും അവൾ ഓടുന്ന വഴി എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ ആദ്യം, ആ രൂപങ്ങൾ കണ്ട സ്ഥലത്താണ് അവൾക്ക് വീണ്ടും പോകേണ്ടത്. അങ്ങനെ അവൾ അവിടെ വരെ കയറിയിട്ട് നമ്മളും കൂടെ ചെന്നു. കുറച്ച് നേരം അവിടെയും കൂടി കളിപ്പിച്ചിട്ട് നമ്മൾ നേരെ തിരി കത്തിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ വാങ്ങിച്ച് തിരിയൊക്കെ കത്തിച്ചു. പുണ്യാളനോട് പ്രാർത്ഥിച്ചു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ്, അവിടെ ഒരു സൈഡിലായിട്ട് മണ്ണുണ്ട്. ആ മണ്ണ് നമ്മൾ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അതൊരു വിശ്വാസമാണ്. ഈ മണ്ണ് നമ്മുടെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഇഴജന്തുക്കളൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസം. നമ്മൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മളെടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുണ്യാളനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പ്ലാന്റ്സിൻ്റെ ഒരു ഫാൻസാണ്. അപ്പം ഞങ്ങൾ പോയിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നിയാബേബിയുടെ മെയിൻ സ്ഥലമെത്തി, ടോയ്. ഇത് നിയാബേബിക്ക് നിർബന്ധമാണ് എവിടെ പോയാലും. അപ്പം ഞങ്ങൾ കുറച്ച് ടോയ്സും കൂടി നിയാബേബിക്ക് വാങ്ങാൻ വേണ്ടി കയറി. അതിനിടയ്ക്ക് എനിക്കും അമ്മയ്ക്കും ചേച്ചിക്കും കൂടി കുറച്ച് പൊട്ട്, വള, കമ്മൽ, മാലയൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ കയറി. അപ്പോഴാണ് വീട്ടിൽ 2 ആൺപിള്ളേരുണ്ട്. 2 പേർക്കും, അതായത് എൻ്റെ ചേട്ടനും എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ടുള്ള പലഹാരങ്ങൾ. ഇത് മെയിനാണ് അവർക്ക്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2ാമത് കയറി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളൊരു കരിമ്പും ജ്യൂസും കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ എടപ്പള്ളി പള്ളിയിലെ വിസിറ്റിംഗ്. ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. രാത്രി പോയത് നല്ല ഹാപ്പിയായിരുന്നു. നിയാബേബി ഹാപ്പിയായി. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.